ശ്രീ എം പ്രകാശൻ മറുപടി. ഞാൻ അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് താങ്കൾ തുടങ്ങുക. ഡോക്ടർ മേരി ജോർജിനെ ഒരു കേവലം സാമ്പത്തിക ശാസ്ത്രിയായി അവതരിപ്പിച്ചത് ശരിയായില്ല. അവരെത്രയോ കാലമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ സാമ്പത്തിക നിലപാട് കൈകാര്യം ചെയ്യുന്നവരാണ് എന്ന കാര്യം കൂടി നിങ്ങൾ പറയേണ്ടതായിരുന്നു. ഇരിക്കട്ടെ, ഇനി അവരുടെ ന്യായം സംബന്ധിച്ച് ഈ ഇന്ത്യയിലെ സാമ്പത്തികമായിട്ടുള്ള വിഭജനം സംബന്ധിച്ച് രാജ്യത്തുള്ള എല്ലാ എക്കോണമിസ്റ്റുകളും ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ മേരി ജോർജിനെ അറിയാത്തതെന്ന് എനിക്കറിയില്ല. ഒന്ന്, സംസ്ഥാനങ്ങളും അതുപോലെ കേന്ദ്രവും ചേർന്നതാണ് രാജ്യം. അല്ലാതെ കേന്ദ്രം ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനും സംസ്ഥാനമെല്ലാം അനുസരിക്കാനുമുള്ള ഒരു സംവിധാനമല്ല. നമ്മുടെ ഭരണഘടനക്കകത്ത് എങ്ങനെയാണ് ഈ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ധനവിഭജനം ഉണ്ടാവേണ്ടത്, ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലക്കുള്ള വ്യവസ്ഥയുണ്ട്. അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഒന്നാണ് ധനകമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവിടെ മേരിയോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് വരുന്ന കാലത്ത് ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനങ്ങൾക്കുള്ള ഡിവിസിബിൾ പൂൾ അത് 88%. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അത് 78.1. 10% സെസ് വർദ്ധിപ്പിച്ച് സംസ്ഥാനങ്ങൾക്ക് വീതം കുറച്ചത് ന്യായീകരിക്കത്തക്കതാണോ? രണ്ട്, സംസ്ഥാനങ്ങൾക്കുള്ള ഒരുപാട് നികുതി പിരിവ് അധികാരം തന്നെ ഉപേക്ഷിച്ച് എടുത്തു കളഞ്ഞ് കേന്ദ്രത്തിന്റെ കയ്യിലേക്ക് ഒരുപാട് നികുതി പിരിവ് അധികാരം ഏറ്റെടുത്ത GST, അതിനകത്തുള്ള ധനവുമായി ബന്ധപ്പെട്ട വിഷയം അംഗീകരിക്കാൻ വേണ്ടി പറ്റുമോ? മൂന്നാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തിനകത്ത് ആകെ ചെലവ് പരിശോധിക്കുമ്പോൾ വരുമാനത്തിന്റെ 62.4% നിങ്ങൾ എഴുതി വെച്ചിട്ട് മറുപടി അറിഞ്ഞോളൂ. നമ്മുടെ വരുമാനത്തിന്റെ 62.2% കേന്ദ്രത്തിനും ചെലവിന്റെ 62.4% സ്റ്റേറ്റിനുമാണ് എന്നുള്ളത് രാജ്യത്താകെ അറിയുന്നൊരു കാര്യമാണ്. ഇത് ന്യായമാണോ? ചെലവ് കൂടുതൽ സ്റ്റേറ്റുകൾക്കും വരവ് കൂടുതൽ കേന്ദ്രത്തിനും എന്ന് പറയുന്ന ഈ നിലയിൽ മാറ്റം വരുത്തേണ്ടതില്ലേ? ഇതൊരു ഗൗരവമായിട്ട് കാര്യമാണ്. പിന്നെ സംസ്ഥാന ഗവൺമെന്റുകളോട് രാഷ്ട്രീയമായ നിലക്ക് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന സാമ്പത്തിക പക്ഷപാതിത്വം. ഇന്ന് കേരള മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, 2022-23 മാർച്ച് മാസം 31 മുതൽ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേക നിലപാട്. എന്താ പ്രത്യേക നിലപാട്? സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി, ഈ ബജറ്റേതര കടം, ആ ബജറ്റേതര കടം ഒരിക്കലും ഔപചാരിക കടത്തിൽ പെടുത്താറില്ല, ഇതുവരെയും പെടുത്തിയിട്ടില്ല. എന്നാൽ 2022 മാർച്ച് മാസം 31 കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് നൽകിയിരിക്കുന്ന ഒരു കത്തിൽ അന്നത്തെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു, ഇനി അങ്ങോട്ട് കേരളത്തിന്റെ ബജറ്റേതര കടം കടത്തിന്റെ പരിധിയിൽ വരും. അതുവരെ അതങ്ങനെ ആയിരുന്നില്ല. അതാവട്ടെ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കി. താങ്കൾ ഉദ്ദേശിക്കുന്നത് കിഫ്ബിയും പെൻഷൻ കമ്പനിയുടേതുമല്ലേ? കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. അതിലൊരു മാറ്റത്തിന് സാധ്യമല്ല എന്നുള്ളത് അറിയാമല്ലോ ശ്രീ എം പ്രകാശ്. അല്ലല്ല, നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ന്യൂസ് 18 ചർച്ച ചെയ്യാൻ താല്പര്യം ഉണ്ടോ നോക്കിയിട്ടല്ലോ ഞാൻ പറയുന്നത് CPM ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള വിഷയമാണ്. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം ചർച്ച ചെയ്യാൻ ഞങ്ങൾ വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. കോടതിയിൽ പോലും പോയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. കോടതിയിൽ പോലും പോയതാണ് ഈ വിഷയത്തിൽ. ധനകാര്യ മേഖലക്കകത്ത് ഒരു പുതിയ കോടതി ഇടപെട്ട് 13,600 കോടി അനുവദിച്ചല്ലോ. 13,600 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കുകയും ബാക്കിയുള്ള 24,000-ൽ പരം കോടി കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് ഒരു ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണം, തീരുമാനിക്കല്ലേ ചെയ്തത്. തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. കാരണം അത് ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അങ്ങനെ അനുവദിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണല്ലോ കോടതി ഉന്നയിച്ചത്. അതല്ല ഉന്നയിച്ചത്. കോടതി ഉന്നയിച്ചത് കേന്ദ്ര ഗവൺമെന്റിന് വിവേചനമനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് പണം അനുവദിക്കുന്നത് നിർണ്ണയിക്കാൻ അധികാരമുണ്ടോ? ഈ വിഷയം ഒരു പ്രത്യേക ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണം എന്നാണ്. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് താല്പര്യം വെച്ചിട്ട് BJP ഗവൺമെന്റുകൾക്ക് ഇഷ്ടം പോലെ, അതുപോലെ BJP ഇതര ഗവൺമെന്റുകൾക്ക് കൊടുക്കാതിരിക്കുക, ചില ഗവൺമെന്റുകൾ ശത്രുത ഗവൺമെന്റുകളാണ് ഇതിൽ നടക്കുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ 14ാം കമ്മീഷൻ കേരളത്തിൽ അനുഭവിച്ചത് 2.5% ഈ ഡിവിസിബിൾ പൂളിൽ. 15ാം കമ്മീഷൻ അനുഭവിച്ചത് 1.92 അതുവഴി കേരളത്തിൽ നഷ്ടമായിരിക്കുന്നത് ഏതാണ്ട് 18,000 കോടിയാണ് കുറഞ്ഞിരിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയുമോ? ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടി ഗവൺമെന്റുകൾ ഇപ്പൊ കേരളത്തിൽ കിട്ടി വന്നിട്ടുള്ള കേന്ദ്ര വിഹിതം എത്രയാ? 45% കേരളത്തിലെ മൊത്തം വരുമാനത്തിന്റെ 45% ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേന്ദ്ര വിഹിതമാണ്. ഇപ്പോഴോ 26% മാത്രമേ ഉള്ളൂ. അന്യായമാണെന്ന് പറയാൻ വേണ്ടി കഴിയണ്ടേ? 2020-21 കേന്ദ്ര ഗ്രാന്റ് 31,608 കോടിയാണ്. 23-24 കേന്ദ്ര ഗ്രാന്റ് 12,608 കോടിയാണ് എന്ന് പറഞ്ഞാൽ 3-1.
ഇത് അന്യായമാണെന്ന് പറയാൻ വേണ്ടി കഴിയട്ടെ. പക്ഷേ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒക്കെ ഞാനിത് പലതവണ ചർച്ച ചെയ്തതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാനത് ഇടപെടേണ്ട എന്ന് വെച്ചതാണ്. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒക്കെ ഉണ്ടല്ലോ, കേരളത്തിന്റെ ഈ റവന്യൂ കമ്മി പരിഗണിച്ചുള്ള റവന്യൂ അല്ലല്ല റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഒക്കെ 16 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. 16 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. അതൊക്കെ മറച്ചു വെച്ചാണ് താങ്കൾ സംസാരിക്കുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലാണ്. 2020-21 മാറ്റിവെച്ചാൽ തന്നെ 39,000 കോടി. കേരളത്തിന് മാനദണ്ഡം ഇല്ലാതെ പിണറായി വിജയൻ ഭരിക്കുന്നതാണെന്നുള്ളതുകൊണ്ട് വാരി കൊടുത്താണ് അല്ലല്ലോ. അങ്ങനെയല്ല, അത് ധനകാര്യ അല്ല, അതുകൊണ്ട് വെട്ടിക്കുറച്ചിട്ടില്ല. എം പ്രകാശൻ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ധനകാര്യ കമ്മീഷന്റെ നിശ്ചയം വേറെ സ്റ്റേറ്റുകാരൊന്നുമല്ലല്ലോ. കേരളത്തിന് കിട്ടിയ തെറ്റ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണല്ലോ. കേന്ദ്ര വിഹിതം നേരത്തെയുള്ള 2.5 നിന്ന് 1.92 കുറച്ചിരിക്കുന്നു. മാനദണ്ഡങ്ങളില്ലേ ശ്രീ എം പ്രകാശൻ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് കിട്ടി വന്നത് 31,608 കോടിയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പോലെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ ധനകാര്യ കമ്മീഷനും ഓരോ രീതിയിൽ നിശ്ചയിക്കും. കേന്ദ്ര വിഹിതമാണ്. ഓരോ ധനകാര്യ കമ്മീഷനും ഓരോ രീതിയിൽ നിശ്ചയിക്കുമ്പോൾ അതിന് അവരുടെ മാനദണ്ഡങ്ങളുണ്ട്, അതിൽ തെളിവെടുപ്പുകളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാണല്ലോ ഇങ്ങനെ നിശ്ചയിക്കുന്നത്. അതാ പറഞ്ഞ് നിശ്ചയിക്കുന്നതിന് മാനദണ്ഡം മാറ്റിയിരിക്കുന്നു. 88% ഈ ഡിവിസിബിൾ പൂൾ ഉണ്ടായത് 78 ആക്കിയിരിക്കുന്നു. ശരിയോ തെറ്റോ? ന്യൂസ് 18 പറയൂ. അല്ല 88 കണക്ക് എനിക്ക് മനസ്സിലായില്ല. 75 കണക്കൊന്നും അങ്ങനെ കണക്കേ ഇല്ല. ഏതാണ്ട് 35% ഡോക്ടർ മേരി ജോർജ്, ഞാൻ ആ മുഴുവൻ റെഫർ ചെയ്തില്ല. മുൻപത് അറിയാവുന്നതായിരുന്നു. അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ ആ റെഫറൻസിലേക്ക് പോയില്ല. എം പ്രകാശ് മാസ്റ്റർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ കേന്ദ്ര നികുതി, കേന്ദ്രത്തിന് കിട്ടുന്ന നികുതിയുടെ എത്ര ശതമാനം ഓരോ സംസ്ഥാനങ്ങൾക്കായിട്ട് വീതം വെക്കുമെന്നുള്ളതല്ലേ? അതെ, 42. കേരളത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ചെലവിന്റെ 62.4% നിങ്ങൾ തരുന്നില്ല പ്രകാശ് മാസ്റ്ററെ. അത്ര തരുന്നില്ല. അത്ര തരുവാണെങ്കിൽ വലിയ തുകയായി മാറും. അത്ര തരുവാണെങ്കിൽ വലിയ തുകയായി മാറും. അത്ര ഇല്ല. അല്ല, അത്ര തുക തരുന്നില്ല. അത് ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നില്ല, കേരളത്തിലും തരുന്നില്ല. താങ്കൾ പറയുന്ന കണക്കനുസരിച്ച് കേരളത്തിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്റെ വായിൽ കയറി സംസാരിക്കുന്നത്? നിങ്ങൾ ആങ്കർ അല്ലേ? ന്യൂസ് 8 ആങ്കർ അല്ലേ നിങ്ങൾ? എന്നോട് ചോദ്യം ചോദിച്ച് എന്നോട് ഉത്തരം പറയിപ്പിക്കാൻ നിങ്ങൾ CPM-ന്റെ എതിരാളിക്കുന്നല്ലോ. നിങ്ങൾ ആങ്കർ അല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം വളരെ വ്യക്തമാണ്. മേരി ജോർജ് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കുന്നത് 88 നിന്ന് 78 ആക്കിയത് ശരിയാണോ? സംസ്ഥാനങ്ങളുടെ നികുതി പരിധി അധികാരം GST വഴി തട്ടിക്കൊണ്ടുപോയത് ശരിയാണോ? കേന്ദ്രത്തിന്റെ മൊത്തം മൊത്തം വരവിന്റെ 62% ശരിയാണോ? ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ബജറ്റേതര കടം, അത് കടത്തിന്റെ പരിധിയിൽപ്പെടുത്തിയത് ശരിയാണോ? ഞാൻ ചോദിച്ച ചോദ്യം വ്യക്തമല്ലേ? ശരി 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 ഡോക്ടർ മേരി ജോർജ്, എനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നത് സംസാരിക്കുന്ന മേരി ജോർജ് പറയട്ടെ. ശരി, ഞാൻ ഷാബുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ മേരി ജോർജ്, എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഈ ഡിവിസിബിൾ പൂളിന്റെ കാര്യം മറുപടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ഞാൻ നിന്നോളാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിഴുങ്ങിക്കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുകയില്ല. അത് മറ്റൊരു കാര്യം. കാരണം തെറ്റാണ് പറയുന്നതെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അത് പ്രകാശൻ മാസ്റ്റർ അഭിപ്രായമല്ല, ഞാൻ കണക്കാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചാൽ ശരി, എന്റെ അഭിമുഖമല്ല. അല്ല, ഞാൻ കണക്കാണ് പറഞ്ഞത്. വേറെ പരിപാടി നടത്തിയാൽ മതി. ശരി, ഡോക്ടർ മേരി ജോർജ് വിഷയം സംബന്ധിച്ച് 3 നിലപാടുകൾ അറിയാനാണെങ്കിൽ പറഞ്ഞോളൂ. ഡോക്ടർ മേരി ജോർജ് പറഞ്ഞോളൂ. കേന്ദ്ര നികുതി വരുമാനത്തിന്റെ എത്ര ശതമാനം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്നു എന്നതിനെ കുറിച്ചാണ് തുടങ്ങിയത്. മിസ്റ്റർ പ്രകാശൻ, അതായത് 14ാം ധനകാര്യ കമ്മീഷൻ വരെയും സെൻട്രൽ പൂളിലേക്ക് വരുന്നത് 32% മാത്രമായിരുന്നു. 15ാം ധനകാര്യ കമ്മീഷനാണ് സെൻട്രൽ പൂളിലെ 42% വർദ്ധിപ്പിച്ചത്. ആ 42% നിന്നാണ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സംസ്ഥാനങ്ങളുടെ വിഹിതം കൊടുക്കേണ്ടത്. മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? 1 പോപ്പുലേഷൻ, 2 ഡെമോഗ്രാഫിക് പ്രൊഫൈൽ, 3 ഇൻകം ഡിസ്റ്റൻസ്, 4 അതർ ബേസിക് നെസസിറ്റീസ്. ഇങ്ങനെ പോകുന്നു 5-6 മാനദണ്ഡങ്ങൾ ഉള്ളത്. അപ്പൊ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്
ഡിവിസിബിൾ പൂളിൽ നിന്ന് ഡിവിഷൻ നടത്തുന്നത്. നേരെ മറിച്ച് ശ്രീ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതിൻ്റെ അകത്ത് പ്രകാശൻ മാസ്റ്ററിന് ഒരു പക്ഷേ ഒരു അബദ്ധം പറ്റിയതായിരിക്കാം അറിയാതെ. അതായത് ടോട്ടൽ ചെലവും ടോട്ടൽ റവന്യൂവും തമ്മിലുള്ള ഡിവിഷൻ, ഗവൺമെന്റും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഡിവിഷനില് അന്തരമുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ആകെ ചെലവിന്റെ 61% സംസ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ ആകെ വരുമാനത്തിന്റെ 39% സംസ്ഥാനങ്ങൾക്ക് കിട്ടാറുള്ളൂ. ഇന്ത്യയുടെ കാര്യത്തില് 61% ചെലവുകൾ സംസ്ഥാനങ്ങൾക്കാണ്, പക്ഷേ 39% വരുമാനമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ. ആ അർത്ഥത്തിലാണ് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത് എങ്കിൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞത് സെൻട്രൽ പൂളിന്റെ കാര്യമാണെങ്കിൽ തെറ്റാണ് പറഞ്ഞത്. അപ്പൊ ഈ 61% ചെലവുകൾ സംസ്ഥാനങ്ങൾക്കും 39% വരുമാനം സംസ്ഥാനങ്ങൾക്കും എന്ന് പറയുമ്പോൾ അവിടെ അന്തരമുണ്ട്. അപ്പോഴും പ്രകാശൻ മാസ്റ്റർ ഒരു കാര്യം ഓർക്കണം, സംസ്ഥാനങ്ങൾക്ക് ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു വകുപ്പില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഡിഫൻസ് വകുപ്പ്. അതുപോലെ സംസ്ഥാനങ്ങൾക്കില്ലാത്ത മറ്റൊരു വകുപ്പുണ്ട്, ഫോറിൻ അഫയേഴ്സ്. അതും സംസ്ഥാനങ്ങൾക്കില്ല, കേന്ദ്രത്തിനേ ഉള്ളൂ. അപ്പൊ നാച്ചുറലി കേന്ദ്രം കുറച്ച് കൂടുതൽ റവന്യൂ എടുക്കേണ്ടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യയുടെ തന്നെ ഡിഫൻസ് എടുക്കുക. ഇന്ത്യയുടെ ഡിഫൻസിന് വലിയ ബജറ്റ് അലൊക്കേഷനാണ് നടത്താറുള്ളത്. കാരണം ഇന്ത്യ ചൈന തമ്മിലുള്ള ബോർഡർ, അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ, നമ്മുടെ നെയ്ബേഴ്സ് ആരും സൗഹൃദമല്ല. അപ്പൊ നമുക്ക് വലിയ ചെലവാണ് ഡിഫൻസിന് വേണ്ടി വരുന്നത്. പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഈ പ്രകാശൻ മാസ്റ്ററിന് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് പാർത്ഥസാരഥി ഷോം എഴുതിയ ബുക്കാണ് ഡെവലപ്മെന്റ് ആൻഡ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട്. ഈ പുസ്തകത്തില് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഈ ഡിവിഷനെ പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സാറ് ഈ പുസ്തകം എടുത്ത് വായിച്ച പിന്നെ സംശയമേ ഉണ്ടാകില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഡിവിസിബിൾ പൂളാണ് സാർ ഉദ്ദേശിച്ചത് എങ്കിൽ അത് 42%. അത് നോംസ് അനുസരിച്ചാണ് ഡിവിഷൻ നടത്തുന്നത്. 15th ഫിനാൻസ് കമ്മീഷൻ 1971 പോപ്പുലേഷൻ എന്ന ആ ബേസ് മാറ്റിയിട്ട് 2011 പോപ്പുലേഷൻ ബേസ് ആക്കി. അപ്പോ പോപ്പുലേഷൻ പോളിസി അനുസരിച്ച് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്ന കേരളം പോലെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരു അടി പറ്റി. ആ അടി പറ്റിയ കാര്യം നമ്മൾ പ്രത്യേക ധനകാര്യ മന്ത്രിമാരുടെ കോൺക്ലേവ്, തെക്കേ ഇന്ത്യൻ കോൺക്ലേവ് കേരളത്തിലും പോണ്ടിച്ചേരിയിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും ഒക്കെ വെച്ച് നടത്തി ഒരു മെമ്മോറാണ്ടം കൊടുത്തു പ്രസിഡന്റിന്. അങ്ങനെ പ്രസിഡന്റിന് മെമ്മോറാണ്ടം കൊടുത്തതിൽ പറഞ്ഞിരുന്നു, പോപ്പുലേഷൻ ബേസ് 1971 നിന്ന് 2011 മാറ്റിയത് വലിയ അടിയായി തീർന്നു. കാരണം ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോപ്പുലേഷൻ പോളിസി അനുസരിച്ച് പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ബേസ് മാറ്റം കൊണ്ടുവന്നാൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയാകും എന്ന് പറഞ്ഞ് പ്രസിഡന്റിന് മെമ്മോറാണ്ടം കൊടുത്തു. അങ്ങനെ പ്രസിഡന്റ് എന്ത് ചെയ്തു? ആ പ്രസിഡന്റ് ഇടപെട്ട് 15th ഫിനാൻസ് കമ്മീഷനെ കൊണ്ട് ഒരു പുതിയ മാനദണ്ഡം ഉണ്ടാക്കിച്ചു. എന്താണത്? ഡെമോഗ്രാഫിക് പ്രൊഫൈൽ. അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്നൊരു മാനദണ്ഡം ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതൊരു മാനദണ്ഡം വന്നു, ഡെമോഗ്രാഫിക് പ്രൊഫൈൽ. എന്ന് വെച്ചാൽ പോപ്പുലേഷൻ കുറച്ചു കൊണ്ടുവരിക എന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസി ഫോളോ ചെയ്തത്. അങ്ങനെ ചെയ്ത് പോപ്പുലേഷൻ കുറച്ച സംസ്ഥാനങ്ങൾക്ക് 12.5% വെയിറ്റേജ് കൊടുക്കാനുള്ള തീരുമാനം അങ്ങനെ ഉണ്ടായി. അപ്പൊ ആ തരത്തിൽ നമുക്ക് എന്നിട്ടും കുറച്ച് കിഴിവ് വന്നു. എങ്കിൽ പോലും വലിയ അടി കിട്ടാതെ പോയി. അത് സംസ്ഥാന ഗവൺമെന്റ് സമയത്ത്, അതായത് LDF ഗവൺമെന്റ് തന്നെയാണ് 2016-17 കാലഘട്ടത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നോം ഉണ്ടായത്. ഡെമോഗ്രാഫിക് പ്രൊഫൈൽ എന്ന ഒരു നോം ഉണ്ടായതും ഈ 12% വെയിറ്റേജ് കൂടി നമുക്ക് കിട്ടാൻ ഇടവരികയും ചെയ്തു. അല്ലായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും കുറഞ്ഞു പോയേനെ എമൗണ്ട്. നമുക്ക് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്ത ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും അതിനടിപ്പെട്ടു പോയേനെ. പക്ഷെ അത് അത്ര സീരിയസ് ആയിട്ട് നമ്മളെ എഫക്ട് ചെയ്യാത്ത ഈ കാരണം കൊണ്ടാണ്.